എന്ന് വെച്ചാൽ കുറ്റാരോപിതരും കളങ്കിതരുമൊക്കെ ആളുകൾ മത്സരിക്കാനുണ്ടാകും. സ്വാഭാവികമായും അങ്ങനെയുള്ള ആളുകളെ നമുക്ക് അറിവും ബോധവും വിവരവും ഒക്കെയുള്ള ആളുകളാണല്ലോ. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് കൃത്യമായി പഠിച്ച് കൃത്യമായി വിലയിരുത്തി നമ്മുടെ സംവിധാനം വിനിയോഗിക്കുക. അതല്ലാതെ അവരെ മാറ്റി നിർത്തേണ്ടതില്ല എന്നാണ്. യെസ്, അൾട്ടിമേറ്റ്ലി ഒരു വോട്ട് എന്ന് പറയുമ്പോൾ ആസ് എ സിറ്റിസൺ അത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ടു ദ സൊസൈറ്റി. സോ വി ഹാവ് എ സേ ഇൻ ഹൂ ഇസ് ഗോയിങ് ടു ലീഡ് അവർ സൊസൈറ്റി ടുമോറോ. സോ ഡെഫിനറ്റ്ലി ഒരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാഗത്തുനിന്ന് നോക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മത്സരിക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഡിസിഷനാണ്. പാർട്ടിയുടെ ഡിസിഷൻ, പക്ഷേ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയണ ഒരു ഔട്ട്പുട്ട് എന്ന് പറയണത് നമ്മളുടെ ജനങ്ങൾ എന്താണോ വോട്ട് ചെയ്യുന്നത് അതാണ് നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ ജനങ്ങളിപ്പോൾ നമ്മൾ പറയില്ലേ ആക്ട് വൈസ്ലി എന്നുള്ളത്. നമ്മൾ എല്ലാവരും ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നുണ്ട്, ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്കിപ്പോൾ എന്തെങ്കിലും കറപ്ഷൻ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ മേലെ ആരോപിച്ച കുറ്റങ്ങൾ ഇപ്പോൾ നമ്മളാണെങ്കിലും അറിയുന്നുണ്ട്. സോ നമുക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പറയുന്ന ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ റൈറ്റ്സ് ആണ്. അപ്പോൾ പാർട്ടി വെച്ചോട്ടെ, പക്ഷേ ഡിസിഷൻ നമ്മളാണല്ലോ ചൂസ് ചെയ്യുന്നത്. നമുക്ക് മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ തീരുമാനമാണ്. അങ്ങനെയാണ്. അതെ, മത്സരിച്ചോട്ടെ, നമ്മളാണല്ലോ വോട്ട് ചെയ്യുന്നത്. പക്ഷെ ശരി, അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അവർ കുറ്റവാളിയാണെന്ന് കോടതിയിൽ നിന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ അവരാണ് നമ്മളെ നയിച്ചത്, നേതൃത്വം നൽകിയത് ഭരണത്തിന് എന്നൊരു പ്രശ്നം കൂടിയില്ലേ? അല്ല, അതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന പാർട്ടി എന്ന് പറയുന്ന ഇപ്പൊ പാർട്ടിക്ക് അറിയാലോ, ഇപ്പൊ പാർട്ടി മുന്നോട്ട് വെക്കുന്ന കാൻഡിഡേറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ അത് അവർ വെച്ചോട്ടെ. ലൈക്ക് നമുക്ക് എന്താണോ തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം, നമുക്ക് തോന്നുന്നു. ശരി, അപ്പോൾ ഈ കളങ്കിതരെ കുറ്റാരോപിതരെയൊക്കെ മാറ്റി നിർത്തുന്നത് ജനാധിപത്യമല്ല എന്ന് തോന്നുന്നുണ്ടോ? നമുക്കറിയാം, വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ റൈറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിയമിക്കുക എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഓരോ പാർട്ടി. പക്ഷെങ്കിൽ ജനങ്ങളെ നയിക്കുന്നവരാണ്, ജനനായകന്മാരാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കുറ്റാരോപിതരായ ആളുകൾ ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ല. കാരണം പക്ഷേ അതിന് വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ നന്നാവാനൊരു ചാൻസ് കൂടെ കൊടുക്കാം. പക്ഷേങ്കിൽ ഓവർ ചാൻസ് കൊടുക്കുന്നതനുസരിച്ച് ആളുകൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതാ ഇവിടെ കോളേജിന്റെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. ചെയർപേഴ്സണെ കിട്ടിയില്ല, ഞാൻ നോക്കി വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. വൈസ് ചെയർപേഴ്സൺ എന്താ പറയാനുള്ളത് നോക്കാം. ഇത് തന്നെ ലൈക്ക് അങ്ങനെ അക്യൂസ്ഡ് ആയ ഒരു കേസ് അക്യൂസ് ചെയ്ത ആളുകളാണെങ്കിൽ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കണം. കാരണം അവരെന്തായാലും റോൾ മോഡലാണ്. 5 വർഷം ഒരു നാട് ഭരിക്കാൻ നിൽക്കുന്ന ആളുകളാണ്. സോ അവരെത്രത്തോളം ഫെയർ ആണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ, അത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ദ പീപ്പിൾ ഷുഡ് ബി ഫെയർ. അത് കറക്റ്റായിട്ട് എത്തണമെങ്കിൽ നമ്മൾ കണ്ടു പഠിക്കുന്നത് അല്ലെ, നമ്മളെ നേതൃത്വം നൽകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ക്ലീൻ ഇമേജ് ഉള്ളവരാണെന്നാണ് നല്ലത്. അതെ, എന്തുകൊണ്ട് നല്ലത്. അവർക്ക് ലൈക്ക് പാസ്റ്റിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറയാം. എല്ലാവരും അങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങനെ പോകുന്ന ആളുകളായിരിക്കും എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്, ഇപ്പോഴും അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. ഇലക്ഷൻ ടൈമിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കുന്നതായിരിക്കും. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? മറ്റൊക്കെ മാറി നിൽക്കുന്നതാണോ? അങ്ങനെയല്ല, അവർ പ്രൂവ് ചെയ്യട്ടെ. എന്ത് പ്രൂവ് ചെയ്യണം? അവർ സത്യസന്ധരാണെങ്കിൽ അതും പ്രൂവ്. ഇതിലിപ്പോഴേ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു നാട്ടിൽ ഇപ്പോൾ ഞാൻ മെമ്പറാവാൻ വേണ്ടി മത്സരിക്കുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ഒരു സ്ട്രോങ് ഹോൾഡായ ഒരു ഏരിയയാണ്. അപ്പോൾ ഞാനിപ്പോൾ കളങ്കിതനാണ്, ശരിയായ റിയലായൊരു കുറ്റം ചെയ്ത ഒരാളാണ്. അപ്പോൾ പാർട്ടിക്കാരെല്ലാം കൂടി തീരുമാനിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിക്കുന്നു. അപ്പോൾ ആ കളങ്കിതനായ വ്യക്തി നിങ്ങളുടെ ജനപ്രതിനിധിയാകാൻ പോവുകയാണ്. അതിനകത്തൊരു പ്രശ്നമില്ലേ? അപ്പോൾ ഒരു കേസ് ഒരാൾ FIR